ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇല എടുക്കണം. ഈ ഇലയ്ക്ക് നിങ്ങൾ എന്താ പറയുകയെന്നൊന്ന് പറയണേ. ഞങ്ങളിവിടെ പൊടിയണിയുടെ ഇല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഭവത്തിൻ്റെ മെയിൻ ഐറ്റമാണിത്, പൊടിയണിയുടെ ഇല. അപ്പോൾ നമുക്ക് അത് നല്ല ഇല നോക്കി ഒരു 5-10 ഞാൻ പൊട്ടിച്ചു. അത് നന്നായി കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പൊടിയും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം നന്നായി കഴുകി വെച്ചു. എന്നിട്ട് നമുക്കിതിന് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ആ ഗോതമ്പ് പൊടി നന്നായിട്ട് അരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തരി ഉണ്ടാവും. അപ്പോൾ ആ തരി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു അരിപ്പയിലിട്ട് ഞാൻ 2 ഗ്ലാസ് ആദ്യം എടുത്തു വെച്ചു. ആ എടുത്ത പൊടിയാണ് നന്നായി ഒരു പേപ്പറിൽ അരിച്ചു. അപ്പോൾ കണ്ടില്ലേ, ആ തരിയൊക്കെ ഒരു ഉമി ഉണ്ടാവും. അപ്പോൾ ആ ഉമി നമുക്ക് കളയണം. ആ ഉമി കളഞ്ഞതിന് ശേഷം അരിച്ച് നമ്മൾ ആ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി, പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്, പച്ചവെള്ളം ഉപയോഗിച്ച് നന്നായി കുഴച്ച് വയ്ക്കുക. പിന്നെ നമുക്കിതിലേക്ക് കൂട്ടുണ്ടാക്കണം. അതിന് 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരത്തിന് ആവശ്യമുള്ളവർ കൂടുതലെടുക്കാം. പിന്നെ അവിൽ, നമ്മൾ ആ ശർക്കര ഉരുകി നമുക്ക് പിന്നെ ആ അവിലേക്ക് വറുക്കണം. ആ വറുത്ത അവിലേക്ക് തേങ്ങയും ഒരു നേന്ത്രപ്പഴവും ഇടുന്നുണ്ട്. പിന്നെ ആ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല മിക്സാക്കുക. പിന്നെ ഒരു 4-5 ഏലക്ക ഞാൻ ചതച്ച് ഇടുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും ഈ ഐറ്റത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ്. നാടൻ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക സ്മെല്ല് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഏലക്ക ഇടണം. പിന്നെ കുറച്ച് കരിഞ്ജീരകം ഇടണം, അതും നല്ല സ്മെല്ലാണ്. പിന്നെ കുറച്ച് നല്ല ജീരകവും, അത് എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ ഈ കുഴച്ച് വെച്ച മാവും നമുക്ക് അതിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള ഫില്ലപ്പും നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കഴുകി വെച്ച പൊടിയണി ഇലയ്ക്ക് മാവിട്ടിട്ട് നന്നായി കനം കുറച്ച് പരത്തണം. അപ്പോൾ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ്സിൽ വെള്ളം തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫില്ല് പരത്തി നമ്മൾ ആ ഫില്ല് നിറച്ച് എല്ലാം കൂടി പരത്തിയെടുത്തു. എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിക്കാം. ഇഡ്ഡലി ചെമ്പിൽ തട്ട് വെച്ച് നമുക്ക് ഓരോന്നാക്കി അതിൽ വെച്ച് ആവിയിൽ വേവിക്കാം. നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ